നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻറ്റും ഇൻഫോർമേറ്റീവും ആയ വീഡിയോ, പലരും കാത്തിരിക്കുന്നൊരു വീഡിയോ. കാരണം ബിടെക്, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA ഇതിനകത്ത് ഏത് സാറേ ഞാൻ എടുക്കേണ്ടത്? ഓരോ സ്റ്റുഡൻസിനും ഉള്ള സംശയമാണ്. കാരണം മിക്കവാറും ഉള്ളവർക്കെല്ലാം ജോലി, ഏറ്റവും കൂടുതൽ എൻജിനീയറിംഗിൽ ജോലി സാധ്യതയുള്ളത്, അതിനകത്ത് വേറൊരു ഓപ്ഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എൻജിനീയറിംഗിൽ ഇപ്പോൾ നിലവിലും അങ്ങോട്ടും ഒരുപക്ഷെ ലോകം അവസാനിക്കുന്നത് വരെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത് ഒരു കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. പക്ഷേ വേറെ ഒന്നും മോശമാണെന്നല്ല, ഇപ്പം ട്രിപ്പിളിയോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ഒന്നും മോശമാണെന്നല്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്നത് പല സ്ട്രീമിലുള്ളവരും ജോലി കിട്ടാതെ വരുമ്പം CS-ലെ എന്തെങ്കിലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏതെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്ത് എവിടെയെങ്കിലും ജോലി കിട്ടുന്നതാണ്. അവർ പഠിച്ച സ്ട്രീമിൽ ജോലി കിട്ടാതെ ഇരിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും +2 കഴിഞ്ഞതിന് ശേഷം സംശയം വരാം, ഇതിനകത്ത് ഏതെടുക്കണം, BCA വേണോ അതോ BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയും. നമ്മുടെ ബന്ധുക്കാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും ആ വീഡിയോക്കകത്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ +1 +2 അല്ലെങ്കിൽ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കൊച്ചിലെ മുതൽ PUBG കളിക്കുന്നു, അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ കളിക്കുന്നു, നല്ല സ്പീഡിൽ കളിക്കുന്നു, അടിപൊളിയാണ്, ഞങ്ങളെ അടിപൊളി നല്ല സ്പീഡിലാണ്, പോയിന്റ്സ് ഒക്കെ ചെറുപറ ഞങ്ങൾ നേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ BCAക്കോ BTechനോ ഒന്നും ആരും ചേരാൻ നിൽക്കരുത്. അത് ഇത് ഒരു രീതിയിലും അതുമായിട്ട് യാതൊരു ഇതും വരരുത്. അതുകൊണ്ട് ഞങ്ങൾ തകർപ്പാണ്. ചില രക്ഷാർത്ഥകളൊക്കെ നമ്മളോട് പറയുന്നേക്കാം, സാറേ അവൻ വീഡിയോ ഗെയിമിൽ പുലിയാണ്, അവനങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവൻ ഒന്നും തകർക്കത്തില്ല, അവൻ തകർന്ന് തരിപ്പണമാകത്തേ ഉള്ളൂ. പിന്നെ അത് വെച്ചുകൊണ്ട് ആദ്യം ചെയ്യരുത്. 2, പ്രധാനമായിട്ട് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾക്കിതിനോട് താല്പര്യം വേണം. സ്കിൽ ഉള്ളവന് മാത്രമേ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. അവനെ കൊത്തിയെടുക്കാൻ ഇഷ്ടം പോലെ കമ്പനികൾ റെഡി ആയിരിക്കും. സ്കിൽ വേണം, പാഷൻ വേണം, എന്നാലും സ്കില്ലിലൂടെ വേണം. സ്കില്ലുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർഗിന് മുകളിൽ നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള ഉറപ്പാണ്. അന്നേരം അതാണ് മറ്റൊരു കാര്യം. ഇനി ഇതിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം BCA അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. BSc ആണെങ്കിൽ ഒരു ബാച്ചലർ ഡിഗ്രിയാണ്. ഇത് രണ്ടും 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷത്തെ കോഴ്സാണ് BSc കമ്പ്യൂട്ടർ സയൻസും BCA. BCAക്കകത്ത് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. BScക്കകത്തും BSc കമ്പ്യൂട്ടർ സയൻസിനകത്ത് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൻ്റെ അസാധാരണമായ ടോപ്പിക്കുകളിലോട്ടൊന്നും ചിലപ്പം പോകുന്നില്ലായിരിക്കാം. പക്ഷേ വേറെ കമ്പ്യൂട്ടറിന് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് BSc കമ്പ്യൂട്ടർ സയൻസിനും. BCAക്കകത്ത് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിങ്ങും ഒക്കെ പഠിക്കുന്നുണ്ട്. BCA എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 3 വർഷത്തെ കോഴ്സിൻ്റെ മാത്രമല്ല, ഈ മാത്സ് നല്ല പ്രയാസമുള്ളവർ BCA എടുക്കുന്നത് നല്ലത്. കാരണം BTechന് മാത്സിൻ്റെ അസാധാരണ കളികളാണ്. മാത്സ് ഇല്ലാതെ ഒരു രക്ഷയില്ല. മാത്സിൻ്റെ വ്യത്യസ്തമായ 8 പേപ്പറുകളോളം മാത്സിലുണ്ട്. മാത്സ് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. BCAക്ക് അത്രയും പ്രശ്നമില്ല. അന്നേരം നമ്മൾ എടുക്കുമ്പോൾ അതൊക്കെ ആലോചിക്കണം, നമുക്ക് മാത്സ് കൊണ്ടുള്ള കളികൾ പറ്റുമോ എന്നൊക്കെ ആലോചിക്കണം. കാരണം പഠിപ്പിക്കുന്ന അധ്യാപകരെ ഒന്നും വിചാരിച്ച് നമ്മൾ ഇതാക്കരുത്. അധ്യാപകരെ ചിലപ്പം പഠിപ്പിക്കുന്നവർ കാണും, പഠിപ്പിക്കാത്തവർ കാണും. അന്നേരം മാത്സിന് വലിയ പ്രശ്നം BCAക്കില്ല. അതുകൊണ്ട് BCA എടുത്തതിന് ശേഷം MCA എടുത്തതിന് ശേഷം പല കുട്ടികളും, പക്ഷേ MCA എടുത്താലാണ് കുറച്ചുകൂടെ BCAക്ക് ഒരു വലിപ്പമുള്ളത്. അന്നേരം MCA എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്കില്ലുണ്ടെങ്കിൽ അടിച്ചു കയറി പോവാം. BSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതിന് ഞാൻ കണ്ടുള്ള പലരും MSc കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് PhD ഒക്കെ എടുത്ത് അധ്യാപകരായിട്ട് പോകുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഗംഭീര മേഖലയാണത്. പലരും അറിയാത്തടത്തോളമാണ്. IT കമ്പനികളിൽ മാത്രമല്ലല്ലോ, ഒരു ട്യൂട്ടറായിട്ടൊക്കെ ഭയങ്കര സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയുണ്ട്. പിന്നെ BSc അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസിനും BCAക്കും ഞാൻ കണ്ടെടുത്തോളം കാലം എനിക്ക് വലിയ തോന്നിയിട്ടുള്ളത് അവിടെ പ്ലേസ്മെൻറ്റുകൾ കുറവാണ്. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. വളരെ അപൂർവം കോളേജുകളിലേ എന്തുള്ളൂ, പ്ലേസ്മെൻ്റ് ഉള്ളൂ. എൻട്രൻസിൻ്റെ ആവശ്യമില്ല. എൻട്രൻസിൻ്റെ ആവശ്യം BCAക്കും വേണ്ട, BSc കമ്പ്യൂട്ടർ സയൻസിനും വേണ്ട. ഫീസും താരതമ്യേനല്ല നല്ല രീതിയിൽ BTechനെ അപേക്ഷിച്ച് കുറവാണ്. അന്നേരം ഇതെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ഞാനങ്ങ് പറഞ്ഞതാണ് BCA, BSc കമ്പ്യൂട്ടർ സയൻസും BCA. അന്നേരം
BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടീച്ചർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ രീതിയിൽ തന്നെ പോകാം. BCA എടുത്താലും പോകാം. പക്ഷേ BCAയും BTechും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒന്ന് പ്രധാനമായിട്ടും ഞാൻ കാണുന്നത് മാത്സിൻ്റെ ഒരു വേലിയേറ്റം വളരെ ഇതാണ്. കോർ സബ്ജക്റ്റുകൾ ഒരുപാട് പഠിക്കാനുണ്ട് BTechിൽ. പിന്നെ എൻട്രൻസ് വേണ്ട അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഈ സാലറി കിട്ടുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് ചിലപ്പം BSc എടുത്തിട്ട് MC എടുത്ത് നല്ല സ്കില്ലുള്ളവനാണെങ്കിൽ അടിച്ചു കയറി പോവും. അതൊക്കെ നിങ്ങളുടേതാണ്. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഈ രീതിയിൽ വേണം. ഇനി BTechിലേക്ക് വന്നാൽ 3 വർഷമല്ല 4 വർഷത്തെ കോഴ്സാണ്. ഇപ്പം പലരും BSc അല്ലെങ്കിൽ BTech CS വിത്ത് AI എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ മാത്സ് നല്ല കിഡിലനായിട്ട് നമ്മൾ അന്നേരം മുതൽ പഠിച്ചു തുടങ്ങിയാലും മതി. എന്നാൽ പോലും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. കാരണം ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യത്തെ വർഷങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒരു സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നെ മാത്സിൻ്റെ ഇഷ്ടം പോലെ 4 വർഷമുണ്ട്. പക്ഷേ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗവൺമെൻറ് കോളേജിലോ നല്ല സൂപ്പർ എയ്ഡഡ് കോളേജിൽ കിട്ടണമെങ്കിൽ കീം നിർബന്ധമാണ്. കീം കൂടെ ഉണ്ടെങ്കിൽ, നല്ല മാർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മെറിറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും BTechിന്. പിന്നെ ഒരു നല്ല ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ നല്ല എയ്ഡഡ് കോളേജിലുമാണെങ്കിൽ സംശയിക്കേണ്ട, നല്ല കോഴ്സുമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് നല്ല റാങ്ക് കിട്ടിയാലാണ്. നല്ല കോഴ്സ് എടുക്കുന്നതെങ്കിൽ BTechിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്ലേസ്മെൻറ്റ് ചറപറയുണ്ട്. ഇഷ്ടം പോലെ കമ്പനികൾ. ഇപ്പോൾ ഉദാഹരണം CS പറയാം. ഇൻഫോസിസ് ആയിക്കോട്ടെ, ടെക് മഹീന്ദ്ര ആയിക്കോട്ടെ, TCS ആയിക്കോട്ടെ, വിപ്രോ ആയിക്കോട്ടെ, അങ്ങനെ Vsoft ആയിക്കോട്ടെ, ഇഷ്ടം പോലെ കമ്പനികൾ നമുക്ക് മുമ്പിലുണ്ട്. അന്നേരം എല്ലാവർക്കും നമ്മളെ ആവശ്യമാണ്. അന്നേരം പ്ലേസ്മെൻറ്റ് കിട്ടും. പിന്നെ ഇനി നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. നമുക്ക് റാങ്കൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസ് വളരെ കൂടുതലാണ് BTechിന്. അന്നേരം ഇതും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് BCA വേണോ, BSc കമ്പ്യൂട്ടർ സയൻസ് വേണോ, BTech വേണോ എന്ന് ചോദിക്കുമ്പം ഇത് ഓരോരുത്തരുടെ നിലവാരം. എനിക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ നിങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസും BCAയിലോട്ട് പോവുക. എനിക്ക് ഇച്ചിരി കാര്യമായിട്ട് പഠിച്ചു നല്ലൊരു ഗംഭീര എഞ്ചിനീയർ ആകണം, എനിക്ക് നല്ലൊരു ഗംഭീര ജോലി കിട്ടണം, തകർക്കണം, MTech എടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓപ്ഷൻ BSc കമ്പ്യൂട്ടർ സയൻസ് മോശമല്ല, BCA ഒട്ടും മോശമല്ല, ഒരു പടി മുമ്പിൽ BTech എന്ന് പറയാം. കാരണം ഒരു 4 വർഷത്തെ ഡിഗ്രിയാണ്. അതിനൊരു റെപ്യൂട്ടേഷൻ ഇച്ചിരി തലയെടുപ്പ് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ടാണ് BTechിന് പലപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് നല്ല കോളേജിൽ CS-ന് അഡ്മിഷൻ, കമ്പ്യൂട്ടർ സയൻസ് അഡ്മിഷൻ കിട്ടാനേ ഭയങ്കര പ്രയാസമാണ്. അതുപോലെ ഇടിച്ചു കൂത്തി. അതുകൊണ്ട് കോളേജുകളൊക്കെ കൂടുതൽ ബാച്ചസ് CS-ന് വേണ്ടി കൂട്ടുവാണ്. പക്ഷെ ഒരു ലിമിറ്റുണ്ട്. അന്നേരം 3നെയും കുറിച്ചൊക്കെയുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പല വീഡിയോസും ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പിന്നെ സാലറി കൂടുതൽ BTech പഠിച്ചവർക്ക് എന്തായാലും സാലറി കൂടുതലാണ്. പക്ഷെ അത് BCA എടുത്തവർക്ക് സാലറി കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ സാലറിയൊക്കെ IT ഫീൽഡിലൊക്കെ ആണെങ്കിൽ BTechിൻ്റെ പല സ്ട്രീമുകളുണ്ടല്ലോ. മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ട്രിപ്പിളി ഉണ്ട്, പല മേഖലയുണ്ട്. അതിനെ വേരി ചെയ്യും സാലറി. പക്ഷേ എല്ലായിടത്തും ടോപ്പിൽ എത്തുന്നവരുടെ സാലറി നമുക്ക് സ്കില്ലൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ സാലറിക്കൊന്നും ഇഷ്ടം പോലെ വന്നു ചേരും. അത് ലക്ഷക്കണക്കിന് മുതൽ കോടിക്കണക്കിന് വരെ സാലറി നമുക്ക് വരും. അന്നേരം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി നമ്മൾ ഓരോ കോഴ്സുകളും നമ്മൾ പ്രത്യേകം പറയുന്നതായിരിക്കും. മെക്കാനിക്കൽ ആണെങ്കിലും CS ആണെങ്കിലും CS വിത്ത് AI അല്ലെങ്കിൽ റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഇഷ്ടം പോലെ എന്തിനാണ് നമ്മൾ ഡാറ്റാ സയൻസ്, അങ്ങനെ ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്. ഇനി അത് മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങളിലേക്ക് എത്തിക്കും. എന്നെക്കൊണ്ട് പറ്റാവുന്നതോ നിങ്ങൾക്ക് മെറ്റയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ ഇൻഫർമേഷൻ കിട്ടും. അതെല്ലാം നിങ്ങൾ തേടുക. പക്ഷേ നല്ല കോളേജുകളിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചാലും, BCA ആണെങ്കിലും BTech ആണെങ്കിലും ഏത് കോഴ്സ് പഠിച്ചാലും നല്ല കോളേജിലും പ്ലേസ്മെൻ്റ് ഉള്ള കോളേജിലും തിരഞ്ഞെടുക്കാൻ മാക്സിമം ശ്രമം നടത്തുക. അന്നേരം എല്ലാം നന്നായി വരട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.